വിളവെടുപ്പിന് ശേഷം തായ്ച്ചേമ്പിൻ്റെ കട കട്ട് ചെയ്തിട്ട് ഇലകളൊക്കെ കളഞ്ഞ് ഒരു കുറ്റി പോലെയായിട്ടൊരു ചെറിയ കഷ്ണമായിട്ട് നട്ടാണ് ഈ കാണുന്നത്. അത് നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. വലിയൊരു ഇല, പിന്നെ ഒരു കൂമ്പ്. ഇത് ആദ്യം വന്ന ഇലയായിരുന്നു. ആ ഇലയുടെ പകുതി മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ മുറിച്ചപ്പോൾ മുറിഞ്ഞാന്ന് തോന്നുന്നത്. ആ കട കണ്ടില്ലേ, അവിടെയായിരുന്നു ആദ്യം മുറിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഭാഗം, ഒരു 2 ഇഞ്ച് നീളമാണ് നട്ടത്. ഇത് വിത്ത് ചേമ്പ് 4 ഉണ്ടായിരുന്നു. അതിൽ 3 കറി വെച്ചിട്ട് ഒരെണ്ണം എടുത്ത് നട്ടതാണ്. അത് നന്നായിട്ട് വളരുന്നുണ്ട്. വിത്ത് ചേമ്പിൻ്റെ ലെവലിൽ അത് തിരക്കടില്ല. മുള വന്ന വിത്ത് ചേമ്പായിരുന്നു അത്. മറ്റത് വലിപ്പം കൂടുതലുണ്ട്. അതിൻ്റെ പഴയ എനർജി, സ്റ്റോർഡ് എനർജി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല ഉശിരിൽ വളരുന്നുണ്ട്. പക്ഷേ വായിച്ച് നോക്കി പറയാൻ കഴിഞ്ഞത് ഇതിനേക്കാളും കൂടുതൽ വിളവ് മറ്റതിനുണ്ടാവുന്നതാണ്. അപ്പോൾ എന്തായാലും അത് ഭാവിയിൽ അറിയാൻ പറ്റും. 5-6 മാസമൊക്കെ പിടിക്കും ഇതിന് വിളവ് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ഇത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അറിയാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ നട്ടതിനെക്കാട്ടും ചെറിയൊരു ചേമ്പ് നട്ടിട്ടാണ് മറ്റേ ചേമ്പിൻ്റെ വളർച്ച ഉണ്ടായിരുന്നത്. നല്ലോണം വളർന്നുണ്ടായിരുന്നു. 4 വിത്തും ഉണ്ടായി. ഇത് അതിലേറ്റവും ചെറിയ വിത്തെടുത്ത് നട്ടാണ് ആ കണ്ടത്. അതിലും ചെറുതായിരുന്നു ഈ തായ്ച്ചേമ്പിൻ്റെ വിത്ത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് അങ്ങനെ നട്ടത്. 1 മാസം കഴിഞ്ഞാൽ മുളച്ചു വന്നത്. ആകെ ഒരു വ്യത്യാസം ഇത്തവണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേഗം മുളച്ചു വന്നു, മറ്റതും മുളച്ചു. മറ്റത് മുള വന്ന വിത്തായതുകൊണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുളച്ചു വന്നു ആ വിത്ത് ചേമ്പ്. ഇത്തവണ വിളവെടുപ്പ് എങ്ങനെയാവും എന്നുള്ളത് 5-6 മാസം കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇനിയിപ്പോൾ നേരത്തെ നട്ടുകൊണ്ട് മഴക്കാലത്ത് ചീഞ്ഞു പോകുമെന്ന് അറിയില്ല. നല്ല മഴ വരുമ്പോൾ സാധാരണ മഴക്കാലത്ത് നട്ടിട്ട് വളർച്ച വന്ന് മഴ മാറുമ്പോൾ പറിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു സൗകര്യം തോന്നിയിരുന്നത്. ഇതിപ്പോൾ നേരെ തിരിച്ചാണല്ലോ. എങ്ങനെ ഉണ്ടാവുന്ന ശരിക്കും പറഞ്ഞാൽ വിത്ത് ചേമ്പൊക്കെ ഉണക്കി എടുത്ത് വെച്ചിട്ട് നടിയിൽ സീസൺ ആകുമ്പോൾ നടണമെന്നൊക്കെയാണ് കണക്ക്. പക്ഷെ അതിപ്പോൾ എടുത്തു വെച്ചാൽ ഇവിടെ മിക്കവാറും എന്തെങ്കിലും കേടായിപ്പോവും. കാരണം നമ്മളിപ്പോൾ അതിന് പ്രത്യേക ശ്രദ്ധകളൊന്നും ചെയ്തിട്ടല്ലല്ലോ എടുത്തു വയ്ക്കുക. വെറുതെ ഇപ്പോൾ പയറുത്തൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആകെ പൂപ്പിൽ പിടിച്ചിട്ടുണ്ടാവും, നട്ടാൽ മുളയ്ക്കില്ല. ആ സമയത്ത് വിത്ത് ഉണ്ടായിട്ട് 2 ദിവസത്തിനുള്ളിൽ നടുകയാണെങ്കിൽ എല്ലാം മുളച്ച് വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഇതൊക്കെ അപ്പം തന്നെ നടുന്നത്.